ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതിരിക്കാൻ ഈ സർക്കാരിന് കാരണങ്ങളുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ അവർ കുറച്ചു നിൽക്കാനാണ് കാരണങ്ങളുണ്ടെങ്കിൽ ആകട്ടെ. ചർച്ച നടത്താൻ ഇവർ സമ്മതിക്കുന്നില്ല, കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല എന്നാണെങ്കിൽ അതും ആകട്ടെ. പക്ഷേ ഒരു സമരത്തെ ഈ രാജ്യത്തിനകത്ത് തന്നെയുള്ള കുട്ടികൾ, അതും അവിടെ വന്ന് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഹർഷ? അതായത് ഞാൻ RSS ആണ്, ഞാൻ BJP ആണെന്ന് പറയുന്ന എത്രയോ രക്ഷിതാക്കൾ അവിടെ കാണാം. ഞാൻ RSSന് BJPയുടെ പാർട്ടി ഈ മെമ്പർഷിപ്പ് ഹോൾഡറാണെന്ന് പറയുന്ന ആളുകൾ അവിടെ കാണാം. അവരുടെ കുട്ടികളടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ എന്തിനാണ് അവരോട് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നത്? എന്തിനാണ് ഈ ഡൽഹി പോലീസ് ഗുണ്ടകളെ പോലെ അങ്ങോട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കിടയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഇവർ നൽകുക? പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു എന്ന് പറയുന്നത് ഇവർ ഇത്രമാത്രം ബേജാറാകുന്നത് എന്തിനാണ് ഈ സർക്കാർ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പണ്ട് 1956 മറ്റോ 140 പേര് ഭരിച്ച ഒരു റെയിൽവേ അപകടം, ട്രെയിൻ അപകടം ഈ മദ്രാസിലുണ്ടായപ്പോൾ, തമിഴ്നാട്ടിലുണ്ടായപ്പോൾ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി രാജിവെച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്തിനാണ്? അദ്ദേഹമാണോ വണ്ടി ഓടിച്ചിരുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിന് വീഴ്ച വന്നു, അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അതിനുശേഷവും പല സംഭവങ്ങൾ, ടി കൃഷ്ണമാചാരി തൊട്ട് രാജ വരെയുള്ളത്. രാജക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള കേസ് തന്നെ ഉണ്ടെന്ന് വിചാരിക്കാം. ആന്റണി ഇവർ രാജിവെച്ചിട്ടുണ്ട്. അവർക്കാർക്കും പല കേസുകളിലും ഈ ടി കൃഷ്ണമാചാരിയും ലാൽ ബഹാദൂർ ശാസ്ത്രിയും അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയായത്. അപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രി കാണിച്ചത് ധാർമ്മികമായ ഉത്തരവാദിത്തം കൊണ്ടാണ്. ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം എത്രമാത്രം വലുതാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതായത് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായാൽ ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത്? അത് വിദ്യാഭ്യാസ മന്ത്രിക്കാണ്. നോക്കൂ, ഈ രാജ്യത്ത് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ഏത് ആകാശത്തേക്ക് റോക്കറ്റ് വിടുമ്പോൾ, നമ്മുടെ സംവിധാനങ്ങൾ റോക്കറ്റ് വിടുകയും അവിടെ വിജയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്കണായിട്ട് നമ്മൾ കണ്ട് സന്തോഷിക്കുന്നതും ആ ക്രെഡിറ്റ് പോകുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടെയല്ലേ? അദ്ദേഹം എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇതിന് ഈ ശാസ്ത്രജ്ഞർക്കൊപ്പം ഇരുന്നിട്ട് എന്തെങ്കിലും അതിൻ്റെ വർക്കിൽ ഇടപെട്ടിട്ടല്ലല്ലോ അദ്ദേഹത്തിന് ആ ക്രെഡിറ്റ് കിട്ടുന്നത്. അത് ഈ രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ആളാണ്, ഈ സംവിധാനങ്ങളുടെ തലപ്പത്തുള്ള ആളാണ് എന്നതുകൊണ്ട് നിശ്ചയമായിട്ടും ഇതിൻ്റെ ഒരു ഗ്ലോറി അദ്ദേഹത്തിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും അതിൻ്റെ കുഴപ്പങ്ങളും തലപ്പത്തുള്ള ആളിലേക്ക് പോകും. ഇപ്പോൾ നീറ്റ് പരീക്ഷ ഇങ്ങനെയായി ഇത്രമേൽ കുഴപ്പം പിടിച്ചതായി പോയി. 1036 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ നീറ്റ് പരീക്ഷ കുഴപ്പത്തിലാണ് പോയത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും ഇന്ന് പാർലമെൻറ്റിൽ NDA യോഗത്തിനകത്ത് സമ്മതിച്ചു എന്നാണല്ലോ കിരൺ റിജിജു എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവിടെ അദ്ദേഹം പറഞ്ഞു കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം നോക്കൂ. ഇവിടുത്തെ വിദ്യാഭ്യാസപരമായിട്ട് വളരെയേറെ ഔന്നത്യത്തിലേക്ക് പോയാൽ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ക്രെഡിറ്റ് കിട്ടുമെങ്കിൽ വളരെ താഴെ ആ സംവിധാനം പോയാൽ അതിൻ്റെ കുഴപ്പവും അദ്ദേഹത്തിനുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തം എടുത്തിട്ട് അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. അത് അദ്ദേഹം സ്വയം തന്നെയും ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന പോലെ ഞാനത് ചെയ്യുകയാണ്, ഇതിന് ശേഷം നമുക്ക് തിരിച്ചു വരാനാണെങ്കിൽ അപ്പോഴും നോക്കാം എന്ന തീരുമാനം അദ്ദേഹം എടുക്കേണ്ടതാണ്. ഇനി അതല്ല, അത് പറ്റില്ലെങ്കിൽ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നിങ്ങൾ താഴേക്ക് ഇറങ്ങും, നമുക്ക് കാര്യങ്ങളൊന്ന് പരിഹരിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാം എന്ന് പറയാം. BJPയുടെ ലീഡർഷിപ്പ് അദ്ദേഹത്തോട് പറയേണ്ടതാണ്. BJPക്ക് മുന്നിലുള്ള അവരുടെ ലീഡർഷിപ്പായിട്ടുള്ള RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, ഇവരോട് പറയണ്ടേ, നിങ്ങളിതാ ധാർമ്മികത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, നിങ്ങൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, താഴേക്ക് ഇറങ്ങൂ, ബാക്കി നമുക്ക് നോക്കാം എന്ന് പറയേണ്ടതിന് പകരം ഇത്രമാത്രം വലിയൊരു പ്രശ്നം, സമീപകാലത്തൊന്നും രാജ്യത്തുണ്ടാകാത്തത്ര വലിയ പ്രശ്നമുണ്ടായിട്ട് ഇത്രയും കുട്ടികൾ, 20കളിലുള്ള കുട്ടികൾ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപയും കഠിനാധ്വാനവും ഉറക്കമില്ലാത്ത രാപകലുകളും ചെലവഴിച്ചിട്ട് ഈ കുട്ടികളെ അവിടേക്ക് എത്തിച്ച് ഭാവി അവർ മെച്ചപ്പെടുത്തിക്കൊള്ളൂ എന്ന് കരുതിയിട്ട് അവരുടെ ആത്മഹത്യ തന്നെയും ഉണ്ടായ, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന രക്ഷിതാക്കളുടെ കണ്ണീര് ഇവിടെ ഇങ്ങനെ വീണ് പൊള്ളുമ്പോൾ നിങ്ങളൊന്ന് താഴേക്കിറങ്ങൂ എന്ന് അവരോട് പറയേണ്ടുന്ന ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഇപ്പോഴും പറയുന്നില്ല. അത് ഉന്നയിച്ച് സമരവുമായിട്ട് വന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ അടിച്ച് ഓടിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ മണ്ണിൽ വീഴുന്ന ഈ കണ്ണീരിൻ്റെയും ചോരയുടെയും ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണല്ലോ ഹർഷ. അത് ഈ ഗുണ്ടകളെപ്പോലെ ഈ പോലീസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയോടും KC വേണുഗോപാലിനോടും ഇതാണ് ചെയ്തതെങ്കിൽ ദുർബലരായിട്ടുള്ള ഈ കുട്ടികളോട് എന്തായിരിക്കും ഇന്നലെ ചെയ്തിട്ടുണ്ടാവുക? വിഷ്വലുകളിലും ക്യാമറകളിലും പതിഞ്ഞതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെ ക്രൂരതകൾക്ക് ആ കുട്ടികൾ ഇരയായിട്ടുണ്ടാകും, പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇതിനെതിരെ രോഷം ഉണ്ടാകുന്ന ആളുകളിൽ ഈ കേന്ദ്രം ഭരിക്കുന്ന BJPയോട് സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് എപ്പോഴും വോട്ട് ചെയ്യുന്ന, അവർക്ക് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന നിലപാടെടുത്ത മനുഷ്യർ പോലും ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണ്.